ഇറഗുലർ പീരീഡ്സ് ഉള്ള സ്ത്രീകളിൽ ഒരു പ്ലാൻഡ് പ്രഗ്നൻസി പോസിബിൾ അല്ല. ഇറഗുലർ പീരീഡ്സ് ഉള്ളവരിൽ നടക്കുന്ന പ്രഗ്നൻസി എന്ന് പറയുന്നത് കേവലം ഭാഗ്യത്തിന്റെ പുറത്ത് മാത്രം നടക്കുന്ന പോലെയാണ്. പീരീഡ്സ് ഒരിക്കൽ പോലും കൃത്യമാവാറില്ല. ആർത്തവം ഒരു മാസം പോലും കൃത്യമായിട്ടുള്ള ഡേറ്റിന് വരാറില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് കുട്ടികളാവില്ലേ. ഇറഗുലർ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുടെ ഒരു ഇൻഡിക്കേറ്റർ ഒന്നല്ല. നിങ്ങൾക്ക് ഇറഗുലർ പീരീഡ്സ് ഉണ്ടാവാനുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ ചില കാരണങ്ങൾ വന്ധ്യതയിലേക്ക് നയിക്കുന്നതാവാം. ആ ഒരു കാരണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കുട്ടികളാവാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് വരാം. എന്നാൽ ഇറഗുലർ പീരീഡ്സ് ഉള്ള സ്ത്രീകളിൽ ഒരു പ്ലാൻഡ് പ്രഗ്നൻസി പോസിബിൾ അല്ല. അവർക്ക് ഒരു സമയത്ത് കൺസീവ് ആവണം എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ട് ഒരു പ്രഗ്നൻസി സാധ്യമായിരിക്കില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇറഗുലർ പീരീഡ്സിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇറഗുലർ പീരീഡ്സ് ഉള്ളവരിൽ നടക്കുന്ന പ്രഗ്നൻസി എന്ന് പറയുന്നത് കേവലം ഭാഗ്യത്തിന്റെ പുറത്ത് മാത്രം നടക്കുന്ന പോലെയാണ്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് അണ്ടത്തിന്റെ അടുത്ത് ബീജങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രഗ്നൻസിക്ക് സാധ്യതയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെടാനൊന്നും ഈ ഇറഗുലർ പീരീഡ്സ് ഉള്ള സാഹചര്യത്തിൽ നടക്കില്ല. ഇറഗുലർ പീരീഡ്സിന് പ്രധാനമായിട്ടും സ്ത്രീകളിൽ കണ്ടുവരുന്ന കാരണം അവരിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രെസ്, അല്ലെങ്കിൽ ഒബസിറ്റി, അല്ലെങ്കിൽ അമിതവണ്ണം, അതോടൊപ്പം തന്നെ PCOD അല്ലെങ്കിൽ PCOS പോലെയുള്ള കാരണങ്ങൾ, ഇങ്ങനെയുള്ള കാരണങ്ങളിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പീരീഡ്സ് ഇറഗുലർ ആവാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു കോസിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പീരീഡ്സ് നിങ്ങൾക്ക് റെഗുലർ ആക്കാനും സാധിക്കും. അതിനോടൊപ്പം അതിന് പറ്റിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും സ്ട്രെസ് മാനേജ്മെന്റും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പീരീഡ്സ് നിങ്ങൾക്ക് റെഗുലർ ആക്കുവാനും അതുവഴി നിങ്ങളുടെ പ്രഗ്നൻസി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനൊക്കെ സാധിക്കും.